വളരെ പ്രോമിനൻറ്റ് ഫീച്ചറായിരുന്നു ജോ ഓർഗനൈസ് ചെയ്ത അല്ലെങ്കിൽ ജോ പാർട്ടായിരുന്ന ഈ ഗിഗ് വർക്കേഴ്സിൻ്റെ ഒരു മീറ്റപ്പ് അല്ലേ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ടു ബ്രിങ് ദം ടുഗെദർ അല്ലേ. അതിൽ ആ ഒരു ഏരിയയിൽ കാരണം അങ്ങനെ ഒരു സ്പേസ് ഉണ്ടെന്നുള്ളതും അങ്ങനെ ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നുള്ളതും അവരൊരു ഗ്രൂപ്പിനെ വെച്ചിട്ട് ഒരു സക്സസ്ഫുള്ളായിട്ട് ഇവൻറ്റ് ചെയ്യുന്ന എത്രമാത്രം ഒരു സെൽഫായിട്ടൊരു മോട്ടിവേറ്റിംഗ് പ്രോഗ്രാമായിരുന്നു. മോട്ടിവേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആക്ച്വലി ഞാൻ മറ്റേ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ച് തന്നായിരുന്നു. അപ്പോൾ ആ പുള്ളിയുടെ കുറേ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ എനിക്കറിയായിരുന്നു. അപ്പോഴല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം വന്നപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഹീൽ ബി ദ റൈറ്റ് പേഴ്സൺ ടു നമുക്കൊന്ന് കണക്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കണക്ട് ചെയ്ത് വന്നപ്പോഴത്തേനും അതങ്ങ് കയറി ഭയങ്കര ഹിറ്റായി. ആക്ച്വലി ലൈക്ക് നല്ലൊരു പരിപാടിയായിരുന്നു. എനിക്ക് ആ പരിപാടിയുടെ സമയത്ത് വരാൻ പറ്റില്ല, ബിക്കോസ് ഐ വാസ് നോട്ട് വെൽ. അപ്പം നല്ലൊരു പ്രോഗ്രാമായിട്ട് അത് മാറി. അത് കുറേ പേർക്ക് എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഇനി യൂസ്ഫുൾ ആവും എന്നുള്ളൊരു പ്രതീക്ഷ.